ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്ന് നമ്മൾ റേഷൻ കടയിൽ നിന്ന് കിട്ടുന്ന ചോറ് വെക്കുന്ന അരി ഉപയോഗിച്ചിട്ട് ഒരു കിഡിലൻ റൈസാണ് കേട്ടോ തയ്യാറാക്കിയെടുക്കുന്നത്. മക്കൾക്ക് സ്കൂളിലേക്ക് കൊടുത്തുവിടാനും നമുക്ക് വീട്ടിൽ തയ്യാറാക്കിയെടുക്കാനൊക്കെ അടിപൊളിയാണ്. റേഷൻ അരി വെച്ചിട്ടാണ് ഈ ഒരു ചോറ് തയ്യാറാക്കിയെടുത്തതെന്ന് പറഞ്ഞാൽ കഴിക്കുന്ന ആരും വിശ്വസിക്കൂല കേട്ടോ, അത്രയും ടേസ്റ്റ് ഉണ്ട്. ഞാൻ ഈ ഒരു വീഡിയോയിൽ കാണിക്കുന്ന അതുപോലെ തന്നെ ചെയ്യണം കേട്ടോ, അപ്പോഴാണ് റേഷൻ അരിയുടെ ആ ഒരു മണവും ചുവയൊന്നും ഇല്ലാതെ നല്ല ടേസ്റ്റ് ആയിട്ട് കിട്ടുള്ളൂ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് കുക്കർ ഗ്യാസ് സ്റ്റോപ്പിൽ വെച്ചിട്ട് 2 ടീസ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുത്ത് ചൂടായി വരുമ്പോൾ ഒരു സവോള നീളത്തിൽ കനം കുറഞ്ഞ് അരിഞ്ഞത് ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക. ഈ ഒരു സവോള നന്നായിട്ടൊന്ന് വയന്ന് വരുന്ന സമയത്ത് നമുക്കിതിലേക്ക് ഒരു തക്കാളിയും ഒരു പച്ചമുളകും ചേർത്ത് കൊടുക്കുക കേട്ടോ. എന്നിട്ട് വീണ്ടും നല്ലപോലെ ഒന്ന് വഴറ്റിയെടുക്കുക. ഈ ഒരു തക്കാളിയും പച്ചമുളകൊക്കെ ഒന്ന് കുറച്ച് സമയം വഴറ്റി കൊടുത്ത ശേഷം ഇതിലേക്ക് 1/2 ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചേർത്ത് കൊടുക്കുക. എല്ലാം കുറച്ച് ചേർത്ത് കൊടുത്താൽ മതി. 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, ഒരു 1/4 ടീസ്പൂൺ കാശ്മീരി മുളക് പൊടി, 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി, 1 ടീസ്പൂൺ ഗരം മസാല എന്നിവ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കുക. എന്നിട്ട് ഈ ഒരു മസാലപ്പൊടികളുടെയും ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റിൻ്റെയൊക്കെ ഒരു പച്ചമണം ഒന്ന് മാറുന്നതിന് വേണ്ടിയിട്ട് ചെറിയ തീയിലിട്ടിട്ട് കുറച്ച് സമയം നല്ലപോലെ ഒന്ന് വഴറ്റി കൊടുക്കുക. ഇനി ഇതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് മല്ലിയിലയാണ്. അതും കൂടെ ചേർത്ത് കൊടുത്ത് 2 ടേബിൾ സ്പൂൺ തൈരും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. നിങ്ങൾ കൂടുതൽ അരി വെച്ചിട്ട് കൂടുതൽ ചിക്കനൊക്കെ വെച്ചിട്ട് തയ്യാറാക്കി എടുക്കുകയാണെങ്കിൽ അളവുകൾ കൂട്ടണം കേട്ടോ, മസാലപ്പൊടിയുടെയും എല്ലാത്തിൻ്റെയും. ഇനി ഇതിലേക്ക് കഴുകി വൃത്തിയാക്കിയ ചിക്കനും കൂടെ ചേർത്ത് കൊടുത്ത് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. ഞാനൊരു 5 കഷ്ണം ചിക്കനെ ചേർത്ത് കൊടുത്തിട്ടുള്ളൂ കേട്ടോ. അടച്ച് വെച്ചിട്ട് മീഡിയം ഫ്ലെയിമിലൊന്ന് ഒരു വിസിൽ വരെ വേവിച്ചെടുക്കുക. വെള്ളമൊന്നും ഒഴിച്ചു കൊടുക്കരുത് കേട്ടോ. ഇനി നമുക്ക് അരി ഒന്ന് വേവിച്ചെടുക്കണം. ഇതുപോലെ വേവിച്ചെടുക്കണം, എന്നാൽ മാത്രമേ ഇത് നല്ല പശയൊന്നും ഇല്ലാതെ കിട്ടുള്ളൂ കേട്ടോ. 3-4 പ്രാവശ്യം കഴുകിയ ശേഷം നല്ല തിളച്ച വെള്ളത്തിൽ ഇട്ട് കൊടുത്ത് ഗ്രാമ്പൂ, പട്ട, ഏലക്ക, 1 ടീസ്പൂൺ നെയ്യോ ഓയിലോ ഇതെല്ലാം കൂടെ ചേർത്ത് കൊടുക്കുക. കുറച്ച് നാരങ്ങനീരും പാകത്തിന് ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കണം കേട്ടോ. 1 കപ്പ് അരിക്ക് ഒരു 3 കപ്പ് വെള്ളത്തിലെങ്കിലും നമ്മൾ തിളപ്പിച്ചെടുക്കണം, എന്നാലാണ് പശയൊന്നും ഇല്ലാതെ തമ്മിലൊട്ടാതെ നമുക്ക് നല്ല റൈസായിട്ട് കിട്ടുള്ളൂ. അടച്ച് വെച്ചിട്ട് ഒരു 15 മിനിറ്റ് ചെറിയ തീയിൽ വേവിച്ചെടുക്കുമ്പോൾ കറക്റ്റ് 1/4 വേവായിട്ട് കിട്ടും കേട്ടോ. ആ സമയത്ത് നമുക്ക് ഊറ്റി മാറ്റി വെക്കാം. എയറൊക്കെ പോയ ശേഷം കുക്കർ തുറന്ന് നോക്കാം. ഇതിൽ നിന്ന് തന്നെ കുറച്ച് വെള്ളമൊക്കെ വന്നിട്ടുണ്ട്, അതുകൊണ്ട് തന്നെ വെള്ളം ഒഴിച്ചു കൊടുക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഇനി നമ്മൾ ഊറ്റി മാറ്റി വെച്ചിട്ടുള്ള അരി വെള്ളമൊക്കെ ഒന്ന് ഊറിയ ശേഷം ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക കേട്ടോ. എന്നിട്ട് നമ്മൾ സാധാരണ ബിരിയാണിയൊക്കെ ദമ്മിടുന്ന പോലെ തന്നെ ഇതിൻ്റെ മുകളിലായിട്ട് നിരത്തി ഒന്ന് പ്രസ് ചെയ്ത് വെച്ച് കൊടുക്കുക. ഇതിലേക്ക് കുറച്ച് മല്ലിയിലയും 1 ടീസ്പൂൺ നെയ്യും കൂടെ ഒന്ന് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി അടച്ച് വെച്ചിട്ട് ഒരു 10 മിനിറ്റ് ഏറ്റവും ചെറിയ തീയിൽ ഒന്ന് വെക്കാം കേട്ടോ. എയറൊക്കെ പോയ ശേഷം തുറന്ന് നോക്കാം. നല്ല സെറ്റായിട്ട് ഈ ഒരു റൈസ് ഇവിടെ കിട്ടിയിട്ടുണ്ട് കേട്ടോ. അടിയിലൊന്നും പിടിക്കാതെ വേവൊന്നും കൂടാതെ തമ്മിൽ ഒട്ടിപ്പിടിക്കാത്ത നല്ല അടിപൊളി ചോറാണ് കേട്ടോ. കുട്ടികൾക്കൊക്കെ ഉണ്ടാക്കി കൊടുക്കുകയാണെങ്കിൽ നല്ല ഇഷ്ടമാവും. അപ്പോൾ ഞാനത് കുക്കറിൽ നിന്നും മാറ്റിയിട്ടുണ്ട്. ഇതിൻ്റെ അടിഭാഗത്തൊന്നും പിടിച്ചിട്ടില്ല. സ്റ്റീൽ കുക്കർ ആയതുകൊണ്ട് ചെറിയൊരു അടയാളം മാത്രമുണ്ട്, അതല്ലാതെ അടിയിലൊന്നും പിടിക്കില്ല കേട്ടോ. അപ്പോൾ നല്ല അടിപൊളി റൈസാണ്. എല്ലാവരും ഉണ്ടാക്കി നോക്കണം, വീട്ടിലെല്ലാവർക്കും ഇഷ്ടപ്പെടും. വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ അഭിപ്രായം കമൻ്റ് ആയിട്ട് അറിയിക്കാനും മറക്കരുത്. അതുപോലെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണം കേട്ടോ. എല്ലാവർക്കും ഉപകാരപ്പെടുന്ന നല്ലൊരു റെസിപ്പിയാണ്. അപ്പോൾ ഇതുപോലുള്ള ഈസി സിമ്പിൾ റെസിപ്പീസൊക്കെ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക്